നിലമ്പൂരിൽ അന്തിമ പോളിംഗ് ശതമാനം 75% കടന്നു. 2021-നേക്കാൾ 1.33% പോളിംഗ് കുറഞ്ഞെങ്കിലും വോട്ടുകളുടെ എണ്ണം കൂടി. 17,000 വോട്ടിന്റെ ഭൂരിപക്ഷം നേടുമെന്ന അവകാശവാദം UDF ക്യാമ്പ് ഉന്നയിക്കുമ്പോൾ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വവും UDF-ലെ ഭിന്നതയും ഗുണപ്രദമാകുമെന്ന വിലയിരുത്തലാണ് LDF-ന് ഉള്ളത്. അതേസമയം PV അൻവറും ജയപ്രതീക്ഷയിലാണ്. 75.27% പോളിംഗ് ആണ് നടന്നത്. 2021-ലെ 76.6%-ത്തേക്കാൾ 1.33% മാത്രമാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത്. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇത്രയും ശക്തമായ വോട്ടിംഗ് രേഖപ്പെടുത്തുന്നത് അപൂർവമായിരിക്കും. അതും കേവലം ഒരു വർഷത്തെ കാലയളവിലേക്കായി. പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും 2021-നേക്കാൾ വോട്ടിന്റെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. അതായത് വോട്ടർമാരുടെ എണ്ണത്തിലും പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിലും വർധന. ഈ കണക്കുകളെല്ലാം മുന്നണികൾ കൂലങ്കഷമായി വിശകലനം ചെയ്തു കഴിഞ്ഞു. LDF-ഉം UDF-ഉം PV അൻവറുമെല്ലാം വിജയപ്രതീക്ഷയിലാണ്. നിലമ്പൂരിൽ വലിയ വിജയം ഇടതുമുന്നണിക്കുണ്ടാകുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിലയിരുത്തൽ. RSS-നെ കുറിച്ചുള്ള തന്റെ പരാമർശത്തിലെ വിവാദം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചില്ലെന്ന ആത്മവിശ്വാസവും MV ഗോവിന്ദൻ പ്രകടിപ്പിച്ചു. ആ പരാമർശത്തിന് ഒരു ക്രെഡിറ്റും വേറെ പ്രത്യേകിച്ചില്ല. ചരിത്രത്തിന്റെ ഭാഗമായിട്ടൊരു കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതിങ്ങനെ വലിയ ചർച്ചയാക്കേണ്ട ഒരു കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള സ്വീകരണം ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പോളിംഗും അത് തന്നെയാണ് കാണിക്കുന്നത്. നല്ല രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. 1500 വോട്ടിന്റെയെങ്കിലും ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് LDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. UDF സ്ഥാനാർത്ഥിയോട് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനുള്ള എതിർപ്പ് വോട്ടിൽ പ്രതിഫലിക്കും. അൻവർ നേടുന്ന ഭൂരിഭാഗം വോട്ടുകളും UDF-ൽ നിന്നാകുമെന്നും LDF കണക്കുകൂട്ടുന്നു. നല്ല പ്രതീക്ഷയാണ്, നല്ല വിജയ പ്രതീക്ഷയാണ്. മികച്ച വിജയം LDF നേടും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ആ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ യാതൊരു മാറ്റവുമില്ല. ഇടത് ക്യാമ്പിനേക്കാൾ വലിയ ആത്മവിശ്വാസമാണ് UDF പുലർത്തുന്നത്. കുറഞ്ഞത് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം ആര്യടൻ ഷൗക്കത്ത് നേടുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. നിലമ്പൂരിൽ തിളക്കമാർന്ന വിജയം ഉണ്ടാകുമെന്നായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാക്കുകൾ. നിലമ്പൂര് നല്ല വിജയ പ്രതീക്ഷ, തിളക്കമാർന്ന വിജയം, കംഫർട്ടബിൾ മെജോറിറ്റി, നല്ല രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചു. എല്ലാ ഘടകങ്ങളും വളരെ അനുകൂലമായിരുന്നു. അമരമ്പലം ഒഴികെയുള്ള 6 പഞ്ചായത്തുകളിലും ലീഡ് നേടാനാകുമെന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. ലീഗിന്റെ ശക്തികേന്ദ്രമായ വഴിക്കടവ്, മൂത്തേടം പഞ്ചായത്തുകളിലും കോൺഗ്രസ് ആധിപത്യമുള്ള ചുങ്കത്തറയിലും വ്യക്തമായ ലീഡുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. അൻവർ നേടുന്ന വോട്ടുകൾ UDF-നെ കാര്യമായി ബാധിക്കില്ലെന്നും ഭരണവിരുദ്ധ വികാരം, മുന്നണിയിലെ ഐക്യം, ലീഗിന്റെ അരയും തലയും മുറിക്കുള്ള പ്രവർത്തനം എന്നിവ അനുകൂല ഘടകങ്ങളാകുമെന്നും UDF കരുതുന്നു. 7 പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും എല്ലായിടത്തും ലീഡ് ചെയ്യും. ആ ലീഡുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു വലിയ ഭൂരിപക്ഷത്തിന്, ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള എല്ലാ റിപ്പോർട്ടുകളുമാണ് ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്നത്. 2021-ന് ശേഷം പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടർമാരുടെ നിലപാടാണ് നിർണായകമാവുക. 7,000-ലധികം വരുന്ന കന്നി വോട്ടർമാരാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുണ്ടായിരുന്നത്. യുവതലമുറ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ നേർചിത്രം കൂടിയാകും ഉപതെരഞ്ഞെടുപ്പ് ഫലം. നിലമ്പൂരിലെ വിജയം ഈ വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് വലിയ ഊർജ്ജമാകും മുന്നണികൾക്ക് നൽകുക. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായേക്കാവുന്ന രാഷ്ട്രീയ ചലനങ്ങളുടെ പ്രതിഫലനം കൂടിയാകും നിലമ്പൂരിലെ ഫലം. ന്യൂസ് മലയാളം, നിലമ്പൂർ.